ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് തന്നെ ഈ ചോദ്യം ഉയർന്നു വന്നതാണ്. ഞങ്ങൾ പറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമുണ്ട്. അതിനേക്കാൾ കൂടുതൽ ചെയ്യുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഭരണസമിതിയെ തന്നെയായിരിക്കും ചർച്ച ചെയ്ത് തെരഞ്ഞെടുക്കുന്നത്. സംസ്ഥാന നേതൃത്വം, പ്രത്യേക സംസ്ഥാന അധ്യക്ഷൻ, ജില്ലാ അധ്യക്ഷനൊക്കെ തന്നെ അടങ്ങുന്ന ടീം അതിനെക്കുറിച്ച് കൃത്യസമയത്ത് തന്നെ പറയും. തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രഥമ പരിഗണന ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യും. ഒരു നിമിഷം നമുക്ക് പാഴാക്കല്ല. കാരണം ഒരു ഭരണ രംഗത്ത് നമ്മൾ പാഴാക്കുന്ന ഓരോ നിമിഷവും മറ്റുള്ള നഗരങ്ങൾ നമ്മളെക്കാൾ മുമ്പേ പോകും. അവർ മുമ്പേ പോകരുതെന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് സമയം പാഴാക്കാനില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് നമ്മുടെ നിരവധി വാഹനങ്ങൾ പല സ്ഥലങ്ങളിലും കിടന്ന് തുരുമ്പെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോർപ്പറേഷന്റെ ഒരുപാട് ബിൽഡിങ്ങുകൾ ഒരു 40 വർഷം 50 വർഷം മുമ്പ് നിശ്ചയിച്ച വാടക കരാർ അനുസരിച്ച് ഇപ്പോൾ 250 രൂപയ്ക്ക് ഒരു മാസം വാടക കൊടുത്തിരിക്കുന്ന കെട്ടിടങ്ങൾ ചാലയിലുണ്ട്. അതിന്റെ തൊട്ടടുത്തുള്ള കെട്ടിടങ്ങൾക്ക് 3000 രൂപയാണ് പെർ ഡേ വാടക കിട്ടുന്നത്. ഞങ്ങൾ പരിശോധിച്ചപ്പോഴേ, ഞങ്ങൾ ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി BJP ആണ് ഭൂരിപക്ഷം, ഞങ്ങൾ പരിശോധിച്ചപ്പോഴേക്കും 40 വർഷം മുമ്പാണ് ഇത് കരാർ കൊടുത്തത്. തൊട്ടടുത്ത കെട്ടിടത്തിൽ ഒരു മാസം 30,000 രൂപ 3,000 രൂപ ഒരു ദിവസം വെച്ചിട്ട് ഏകദേശം 90,000 രൂപ കിട്ടുമ്പോൾ നമ്മുടെ കോർപ്പറേഷൻ ഉടമസ്ഥകളിലും ഒരു മാസം കിട്ടുന്ന 250 രൂപയാണ്. 90,000 രൂപ വ്യക്തിക്ക് കിട്ടുമ്പോൾ കോർപ്പറേഷൻ കിട്ടുന്ന 250 രൂപ. ഇത് പരിഷ്കരിക്കണം. ഒരുപാട് കേസുകൾ കോടതിയിൽ പല കാര്യങ്ങളുണ്ട്, ഹൈക്കോടതിയിൽ ഉൾപ്പെടെ കെട്ടിക്കിടപ്പുണ്ട്. അത് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള അഭിഭാഷകരെ വെച്ചിട്ട് ആ കേസുകൾ വേഗത്തിലായി കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ നികുതി ഇനത്തിൽ നമുക്ക് എത്രയും പെട്ടെന്ന് കിട്ടും. ജനങ്ങളെ പരമാവധി സഹായിച്ചിട്ട് എത്രയും പെട്ടെന്ന് കോർപ്പറേഷന്റെ വരുമാനം കൂട്ടുവാനുള്ള പദ്ധതികൾ ചെയ്യണം. ചോർച്ച ഉണ്ടെങ്കിൽ അത് തടയണം. ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ. നമ്മുടെ ഭൂമി പല സ്ഥലങ്ങളിലും കയ്യേറ്റക്കാർ ചെറുതായിട്ട് വേലിയൊക്കെ കെട്ടി അവർ കയ്യേറുകയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ കൊടുത്ത വാഗ്ദാനങ്ങളിലൊന്നാണ് തെരുവ് നായ്ക്കളെ 1 വർഷം ത്തിനകം ഞങ്ങൾ. ഇന്നലെ ഞാൻ കൊടുങ്ങാണ്ട് ചെന്നപ്പോൾ തന്നെ ജനങ്ങൾ സ്വീകരണ സ്ഥലത്ത് വെച്ച് പിടിച്ചെടുത്തിട്ട് ചോദിക്കുകയാണ്, തെരുവ് നായ്ക്കളെ നിങ്ങൾ 1 വർഷത്തിന് അടച്ചിടുമല്ലോ. അപ്പോൾ അതിന്റെ പണി തുടങ്ങി. ഇങ്ങനെ ഒരുപാട് നിരവധി കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ആവശ്യം കൂടുതൽ ഭരണാധികാരികൾ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള നടപടികൾ ആരംഭിക്കണം. ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തണം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് നമ്മുടെ ഭരണസമിതിയും മേയറും ഡെപ്യൂട്ടി മേയറൊക്കെ വരുമ്പോഴേക്കും അവർ വന്നതിന് ശേഷം അവർ ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഇപ്പോൾ പ്രധാനമന്ത്രി 45 ദിവസത്തിനകം എത്തും എന്നുള്ള കാര്യം ഞങ്ങൾ പറഞ്ഞതില്ല. അതായത് ഇന്നലെ കഴിഞ്ഞപ്പോൾ ഇന്നിപ്പോൾ 1ാമത്തെ ദിവസം ആവുകയാണ്. 45 ദിവസം എന്ന് ഞങ്ങൾ പറഞ്ഞതിൽ ഒരു വ്യത്യാസം ഉണ്ടാവുകയില്ല. എന്നാണ് എത്തുന്നത്, എപ്പോഴാണ് എത്തുന്നതെന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയല്ലേ. സ്വാഭാവികമായിട്ട് പ്രധാനമന്ത്രി വരുന്നത് ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ്. നമ്മുടെ നഗരത്തിനെ കുറിച്ചുള്ള കൂടുതൽ പ്രഖ്യാപനങ്ങൾക്കാണ്. അതിനുള്ള തയ്യാറെടുപ്പിന്റെ സമയം, മിനിമം സമയം, അതിനുള്ള സമയം സംസ്ഥാന അധ്യക്ഷൻ അത് കോർഡിനേറ്റ് ചെയ്യും. അതൊക്കെ ഇപ്പോൾ അതിൽ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ FIR ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണത്തിന്റെ കാര്യം ഇപ്പം ഞങ്ങൾ ഇത്രയും കാലം പരിശോധിച്ചൊക്കെ തന്നെ പുറത്തുനിന്ന് വിവരാവകാശം വഴി കിട്ടുന്ന രേഖകൾ നിങ്ങളൊക്കെ എടുക്കുന്ന മാധ്യമപ്രവർത്തകർ, അതിലപ്പുറം ഫയലൊന്നും ഞങ്ങൾക്ക് പരിശോധിക്കാനുള്ള സാഹചര്യമില്ലല്ലോ. സ്വാഭാവികമായിട്ടും ഭരണസമിതി അധികാരം ഏറ്റതിന് ശേഷം അക്കാര്യങ്ങളൊക്കെ പരിശോധിക്കും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ജനങ്ങളുടെ നികുതിപ്പണം, സംസ്ഥാന അധ്യക്ഷൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് പറഞ്ഞു, ജനങ്ങളുടെ നികുതിപ്പണം കട്ടെടുത്തവർ, ജനങ്ങളുടെ പണം മിസ്യൂസ് ചെയ്തിട്ടുള്ള എല്ലാവരും തന്നെ നിയമത്തിന് മുമ്പിൽ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. ഇക്കാര്യം ഞാൻ മാധ്യമപ്രവർത്തകരോട് ഞങ്ങൾ ചെയ്ത സത്യസന്ധമായിട്ട് ഞങ്ങൾ നടത്തിയ മുന്നേറ്റം, പോരാട്ടം, സമരങ്ങൾ, ഇപ്പോൾ രാത്രിയും പകലും ഞങ്ങളോടൊപ്പം തന്നെ കഴിഞ്ഞ 5 വർഷം നിങ്ങളും പലരും തെരുവിലായിരുന്നു. കാര്യം ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി രാത്രിയും പകലും മഴ നനഞ്ഞും ജലപീരങ്കിയുടെ പ്രയോഗമേറ്റ് ലാത്തി ചാർജ് ഏറ്റുവാങ്ങിയൊക്കെ നിങ്ങളുണ്ടായിരുന്നു. ഞങ്ങളെ നിങ്ങൾ ആരോഗ്യകരമായിട്ട് വിമർശിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആ 5 വർഷം ഞങ്ങളോടൊപ്പം നിന്ന, പ്രത്യേകിച്ചും ക്യാമറാമാൻമാരുടെ കാര്യം ഞങ്ങൾക്ക് തല്ല് കിട്ടുമ്പോൾ അതുപോലെ അതിനേക്കാൾ കൂടുതൽ തല്ല് കിട്ടുന്ന ആൾക്കാരാണ് ക്യാമറാമാൻമാർ, ഫോട്ടോഗ്രാഫർമാരൊക്കെ തന്നെ. റിപ്പോർട്ടർമാർ അത്യാവശ്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് വേണമെങ്കിൽ വെള്ളമൊക്കെ മാറി നിൽക്കാൻ പറ്റും. അല്ല, ഞാൻ കണ്ട കാഴ്ചകൾ നിങ്ങളോട് പറയുന്നതേ ഉള്ളൂ. പക്ഷേ അവരൊക്കെ ഉൾപ്പെടെ നന്ദി അർപ്പിക്കുന്നു. BJPയുടെ ഭരണസമിതി വന്നു കഴിഞ്ഞാലും ആരോഗ്യകരമായ വിമർശനങ്ങൾ ജനാധിപത്യത്തിൽ സ്വാഭാവികമാണ്. സത്യസന്ധമായ ഞങ്ങൾ നടത്തുന്ന കാര്യങ്ങൾക്ക് പിന്തുണ നൽകണം. ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും BJP NDA നന്ദി.